12 ദിവസം പശ്ചിമേഷ്യയെ മുൾമുനയിൽ നിർത്തിയ സംഘർഷത്തിനൊടുക്കം ഇറാൻ ഇസ്രായേൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു. ഒടുവിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും വെടിനിർത്തൽ അംഗീകരിച്ചതായി പ്രഖ്യാപിച്ചു. ഖത്തറിലെ US സേനാ താവളം ഇറാൻ ആക്രമിച്ചതിന് പിന്നാലെയായിരുന്നു US പ്രസിഡന്റിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനം. വെടിനിർത്തലിന് തൊട്ടു മുൻപും ഇസ്രായേലിന് ഇറാൻ കനത്ത തിരിച്ചടി നൽകി. ബീർഷബയിൽ 7 നില കെട്ടിടത്തിൽ മിസൈൽ വീണ് 6 പേർ കൊല്ലപ്പെട്ടു. DK സുഹൈൽ വിശദാംശങ്ങൾ നൽകും ന്യൂസ് ഡെസ്കിൽ നിന്ന്. സുഹൈൽ, 2 ആഴ്ച നീണ്ട സംഘർഷങ്ങൾക്കൊടുക്കം പശ്ചിമേഷ്യയ്ക്കും ലോകത്തിനാകെയും വലിയ ആശ്വാസം നൽകി ഇസ്രായേലും ഇറാനും സമാധാനത്തിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ആ ഉടമ്പടിയുടെ കരാറിന്റെ വ്യവസ്ഥകളുടെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടോ? 2 രാഷ്ട്രങ്ങളും ഈ കരാർ ഇപ്പോൾ അംഗീകരിച്ചിട്ടുണ്ടോ? സൈഫുദ്ദീൻ, ഇന്നലെ രാത്രിയാണ് ഇറാനും ഇസ്രായേലും തമ്മിൽ സമാധാനത്തിലേക്ക് വരുന്നു, ഒരു ഡീൽ ഉണ്ടാകുന്നു എന്ന്, സീസ് ഫയർ ഉണ്ടാകുന്നു എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുന്നത്. പക്ഷേ ആ പ്രഖ്യാപനം വന്ന ഉടനെ നമുക്കറിയാം, ആ പ്രഖ്യാപനം വന്നത് ഇസ്രായേൽ ഖത്തറിലെ ദോഹയിലെ അൽ ഉദൈദ് US വ്യോമതാവളം ആക്രമിച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു. നാടകീയമായ ഒരു പ്രഖ്യാപനം തന്നെയായിരുന്നു ഉണ്ടായത്. പക്ഷേ ഇസ്രായേലോ ഇറാനോ ട്രംപിൻ്റെ ഈ വാദം അംഗീകരിച്ചില്ല, അവർ അത് സ്ഥിരീകരിച്ചില്ല. എന്നുമാത്രമല്ല, ആ സമയത്ത് തന്നെ ഇറാനിൽ ഉടനീളം, പ്രത്യേകിച്ചും ടെഹ്റാനിൽ ഇസ്രായേലിൻ്റെ വലിയ വ്യോമാക്രമണം നടക്കുകയും ചെയ്തു. തൊട്ടു പിന്നാലെ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചിയുടെ ഒരു ട്വീറ്റ് വന്നു: ഞങ്ങൾ ഇത്തരമൊരു കരാറിൽ ഏർപ്പെട്ടിട്ടില്ല, ഇസ്രായേൽ എപ്പോഴെങ്കിലും ആക്രമണം നിർത്തുകയാണെങ്കിൽ ഞങ്ങളും ആക്രമണം നിർത്താം എന്ന ഒരു പ്രസ്താവന വന്നു. അതിന് പിന്നാലെ ആ പ്രസ്താവനയിൽ അവർ ഒതുക്കി നിർത്തിയില്ല. വലിയൊരു മിസൈൽ ശേഖരം ഇസ്രായേലിലേക്ക് ഇറാൻ തൊടുത്തുവിട്ടു. ആ മിസൈലുകൾ പ്രധാനപ്പെട്ട 2 നഗരങ്ങളിൽ പതിച്ചു. ഒന്ന് ടെല്ലവീവിലാണ്, മറ്റൊന്ന് ബീർഷബയിലാണ്. ബീർഷബയിൽ മധ്യ ഇസ്രായേലിലുള്ള നഗരമാണ്. ആ നഗരത്തിലെ ഒരു 7 നില കെട്ടിടത്തിൻ്റെ മുകളിലേക്കാണ് ആ മിസൈൽ പതിച്ചത്. അവിടെ 6 പേർ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരിക്കേറ്റു. അപ്പോൾ ഈ ഒരു ട്രംപിൻ്റെ നിർദ്ദേശം അത് ഒരിക്കലും നടക്കില്ല എന്നൊരു പ്രതീതി സൃഷ്ടിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ആ മിസൈൽ വീണതോടുകൂടി ഇറാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ സീസ് ഫയറിലേക്ക് പോവുകയാണ്, ട്രംപിൻ്റെ നിർദ്ദേശം അംഗീകരിക്കുകയാണ് എന്ന് ഇറാനിയൻ മാധ്യമങ്ങളെല്ലാം തന്നെ പുറത്തുവിടുകയും ഇറാനിയൻ മാധ്യമങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അപ്പോഴും ആശങ്ക നിലനിന്നു. 6 പേർ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇസ്രായേൽ ഈ ഒരു വെടിനിർത്തൽ അംഗീകരിക്കുന്നത് എന്ന ഒരു വലിയ ആശങ്ക നിലനിൽക്കുകയായിരുന്നു പിന്നീടുള്ള മണിക്കൂറുകൾ. അപ്പോഴും ഇസ്രായേലിലെ മാധ്യമങ്ങൾ നെതന്യാഹു ഈ കരാർ അംഗീകരിക്കുമോ ഇല്ലയോ എന്നുള്ള സംശയങ്ങൾ മുന്നിൽ വെച്ചു. ഏറ്റവും ഒടുവിൽ ഏകദേശം 30 മിനിറ്റ് മുമ്പാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പറയുന്നത്, ഈ ഒരു കരാർ, ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ഈ നിർദ്ദേശം ഞങ്ങൾ അംഗീകരിക്കുകയാണ് എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു കൂടി അംഗീകരിച്ചു. ഇതോടുകൂടി സമ്പൂർണ്ണമായ ഒരു കീഴടങ്ങലാണ് നെതന്യാഹു നടത്തിയതെന്ന് വിമർശനം ഉന്നയിക്കുന്നത് ഇസ്രായേലിനുള്ളിൽ തന്നെയുള്ള രാഷ്ട്രീയ വിദഗ്ധരാണ്. ഒപ്പം ഒരു കാര്യം കൂടി ചേർത്ത് പറയുന്നു, ഇനി ആ ഗസയിലെ യുദ്ധം കൂടി അങ്ങ് അവസാനിപ്പിക്കൂ എന്ന് പ്രതിപക്ഷ നേതൃസ്ഥാനത്തുള്ള ആളുകൾ ഇപ്പോൾ നെതന്യാഹുവിനോട് പറയുകയാണ്. ഇസ്രായേൽ ഇറാനിൽ തുടങ്ങിയ ഈ യുദ്ധം, 12 ദിവസങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഈ യുദ്ധം യാതൊരുവിധ ലക്ഷ്യവും നേടാതെയാണ് അവസാനിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. ഇറാനിലെ ആണവ ആയുധങ്ങളെ പൂർണ്ണമായും ഇല്ലാതെയാക്കുക, അങ്ങനെ ഇറാൻ ഇസ്രായേലിനൊരു ത്രട്ടല്ല, ഒരു ഭീഷണിയല്ല എന്ന് ഉറപ്പാക്കുക. രണ്ടാമത്തെ ഒരു ലക്ഷ്യമായി പറഞ്ഞത് ഇറാനിലുള്ള ഭരണത്തെ അതിനുവേണ്ടി മാറ്റുക എന്നതായിരുന്നു. പക്ഷേ അതൊന്നും നേടാതെ ഈ യുദ്ധത്തിലേക്ക് അമേരിക്കയെ പൂർണ്ണമായും വലിച്ചിഴക്കാൻ സാധിക്കാതെയാണ് ഇപ്പോൾ നെതന്യാഹു കീഴടങ്ങിയിരിക്കുന്നത്. നമുക്കറിയാം, ഫോർദോ ആണവ നിലയത്തിന് നേരെ അമേരിക്ക നടത്തിയിട്ടുള്ള ആ ആക്രമണം ഒരു അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു എന്ന് കൂടി തെളിയുന്ന ഒരു സാഹചര്യം കൂടിയാണിത്. കാരണം യുദ്ധത്തിലേക്ക് ഇറങ്ങാൻ അമേരിക്ക തയ്യാറായില്ല. ഇറാനെ പോലും അറിയിച്ചിട്ടാണ് ആ ഫോർദോ ആണവ നിലയം ആക്രമിച്ചത് എന്നും ആ ആക്രമണത്തിലൂടെ കാര്യമായ നാശനഷ്ടങ്ങൾ ഇറാന്റെ ആണവശേഷിക്കുണ്ടാക്കാൻ സാധിച്ചില്ല എന്നും വ്യക്തമായ ഒരു സാഹചര്യം കൂടിയാണിത്. അതിനു പിന്നാലെയാണ് ഒരു ആക്രമണം, അതും പശ്ചിമേഷ്യയിലെ ഗൾഫ് താവളങ്ങളിലേക്ക് ഞങ്ങൾ ആക്രമണം നടത്തും എന്ന് പറയുന്ന ഇറാന്റെ ഒരു വാഗ്ദാനം, ഇറാന്റെ ഒരു പ്രഖ്യാപനം, അതും നടന്നു. പക്ഷേ അതും ഈ പറഞ്ഞതുപോലെ തന്നെ ഖത്തറിനെ അടക്കം അറിയിച്ചതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു. അങ്ങനെ ഒരു വിൻ ആൻഡ് വിൻ സിറ്റുവേഷനിൽ ഇത്തരമൊരു ആക്രമണം അവസാനിപ്പിക്കുക എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് നേരിട്ട് നെതന്യാഹുവിനെ വിളിച്ച് കാര്യങ്ങൾ ധരിപ്പിച്ചു. ഒപ്പം ഇറാനെ വിളിക്കാൻ വേണ്ടി വൈസ് പ്രസിഡന്റ് JD വാൻസിനെയും അതേപോലെ തന്നെ പശ്ചിമേഷ്യൻ പ്രതിനിധി വിറ്റ്കോഫിനെയും നിയോഗിച്ചു. അങ്ങനെ ഇന്നലത്തെ രാത്രിയിൽ വലിയ തോതിലുള്ള ഒരു ബാക്ക് ചാനൽ ഡിപ്ലോമസി നടന്നു. അത് അക്കാര്യം അംഗീകരിക്കാൻ ഇറാൻ കൂടി തയ്യാറായി. നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ
വലിയ ലക്ഷ്യങ്ങളൊന്നും നേടാതെ തന്നെ ആഭ്യന്തര തലത്തിൽ വലിയ തിരിച്ചടികൾ നേരിട്ടുകൊണ്ട് കൂടിയാണ് ഈ ഒരു സംഘർഷം അവസാനിക്കുന്നത്. അതോടൊപ്പം ഗസയിൽ വലിയ സംഘർഷങ്ങളിലേക്ക് പോകാനൊരു സാധ്യത നമ്മൾ മുന്നിൽ കാണും. മനസ്സിൽ കണ്ട ലക്ഷ്യങ്ങളൊന്നും പൂർണ്ണമായും കൈവരിക്കാനാകാതെയാണ് ഇസ്രായേലിന് യുദ്ധം അവസാനിപ്പിക്കേണ്ടി വരുന്നത്. വി കെ സുഹൈലാണ് വിശദാംശങ്ങൾ നൽകിയത്.